ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ചായക്കുള്ള പാലും കാര്യങ്ങളൊക്കെ വെച്ചു. അതിൽ ഏലക്കായും തേയിലപ്പൊടിയൊക്കെ ഇട്ട് ചായക്കുള്ള സംഭവങ്ങൾ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ദോശയുടെ മാവെടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചു. അപ്പോൾ ആ ദോശയുടെ മാവ് ഒന്ന് തണുപ്പ് മാറുന്ന ആ ഒരു ഗ്യാപ്പിൽ ചട്നി, അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കുന്നത് ദോശയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കൂടുതൽ വറ്റൽ മുളകും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചു. അപ്പോൾ അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ തേങ്ങ ചമ്മന്തിക്ക് വേണ്ടി അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അതായത് നമ്മുടെ ചമ്മന്തി ഇതിലേക്ക് ചേർക്കും. അപ്പോൾ നന്നായിട്ട് സവോളയും നന്നായിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളിതാ ചമ്മന്തി അതിലേക്ക് ഒഴിക്കും. അപ്പോൾ ചമ്മന്തി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചമ്മന്തി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കണം. ഓഫാക്കിയതിന് ശേഷമായിരിക്കണം ചമ്മന്തി ഒഴിക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകും സവോളയും കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് എത്രത്തോളം നമ്മുടെ പാകം എത്രത്തോളമാണോ, വെള്ളം എത്രത്തോളം നീട്ടണോ അപ്പോൾ അത്രയും നീട്ടി നമ്മുടെ ചമ്മന്തി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ചായ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ചായ എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി ചായ ലോ ഫ്ലെയിമിൽ തന്നെയാണ് എന്നും വെച്ചിടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചായയുടെ പരിപാടികൾ നോക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചായ പതിയെ ആയിക്കോളും അങ്ങനെ. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ വേണമായിരുന്നു. പിന്നെ ആവശ്യത്തിന് നമ്മൾ ചമ്മന്തിയുടെ പരുവം എന്ന് പറയുന്നത് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ല, ആ ഒരു പരുവമാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കി കുറച്ചും കൂടെ ഉപ്പും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ചായയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓംലെറ്റ് റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാനിന്ന് മുട്ട പൊരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് മുട്ട പൊരിക്കുന്നത് ഈ ഫോമിലാണ്. എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള എഗ് ഓംലെറ്റ് കഴിക്കാനായിട്ട് തോന്നും, ചിലപ്പോൾ വളരെ തിന്നായിട്ട് നൈസായിട്ടുള്ള ഓംലെറ്റ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇന്ന് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ വളരെ തിക്കായിട്ടുള്ള ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഒരു ഓംലെറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓംലെറ്റും ചമ്മന്തിയും ചായയും എല്ലാം റെഡി ആയതിനു ശേഷം ദോശ, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദോശയുടെ മാവിൻ്റെ തണുപ്പൊക്കെ മാറി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ദോശയുടെ മാവ് ആവശ്യത്തിന് വേണ്ട മാവ് എടുത്തു. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ച് കയറ്റി വെച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ദോശ നമ്മൾ കാസ്ട്രോൾ എടുത്ത് അതിലേക്ക് ചുട്ട് മാറ്റുന്നില്ല. എന്നാന്ന് വെച്ചാൽ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരവർക്ക് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതാണല്ലോ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് വേണ്ട കുറച്ച് തിക്കായിട്ടുള്ള ദോശ, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചുട്ട് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഇക്കാക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് തിന്നായിട്ടുള്ള ദോശയാണ്, അതും ചുട്ടെടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ കിച്ചണിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചായയും ചട്നിയും ഓംലെറ്റും ദോശയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ചായ, അതിന് ശേഷം ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 2 ദോശയാണ്. അപ്പോൾ ദോശയുടെ കൂടെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി. അപ്പം നമുക്ക് ഈ വെള്ള ചമ്മന്തിനേക്കാളും ഇവിടെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് വറ്റൽമുളകൊക്കെ വറുത്ത് കോരി ഒന്ന് അരയ്ക്കുന്ന കുറച്ച് ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ഈ ചുമല ചമ്മന്തിയോടാണ് കൂടുതൽ പ്രിയം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ദോശയ്ക്ക് ചമ്മന്തിയായിട്ട് ഇതാണ് റെഡിയാക്കുന്നത്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തിക്കായിട്ടുള്ള
എഗ് ഓംലെറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദോശ, ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ചൂട് ചായയും ചൂട് ദോശയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ആ ഒരു കോംബോ ഉണ്ടല്ലോ, ആ ഒരു ദോശ, ചട്നി, ഓംലെറ്റ്, ചായ, ആ ഒരു ഇഷ്ടപ്പെട്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ വെച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ദോശയുടെ മാവ് കുറച്ച് എക്സ്ട്രാ അരച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി മാത്രമേ അരച്ചുള്ളൂ. അപ്പോൾ ചമ്മന്തി എടുത്ത് തീർത്തതിന് ശേഷം നെക്സ്റ്റ് ദോശ ചുടുമ്പോഴത്തേനും സാമ്പാർ റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും കറിവേപ്പിലയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു എഗ് ഓംലെറ്റ് കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം കൂടിയിട്ടാണ് നമ്മൾ ദോശയുടെ മാവ് അരച്ച് വെച്ചതും ദോശ റെഡിയാക്കിയതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി കഴിച്ചത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ല, വളരെ യമ്മി. അതായത് നമ്മൾ ദോശയുടെ മുകളിലേക്ക് ചട്നി ഒഴിച്ച് അത് വായിലോട്ട് ഇടുമ്പോഴത്തേനും അങ്ങ് അലിഞ്ഞു പോവാണ്. കാരണം അങ്ങ് കുതിർന്ന് പോവുകയാണല്ലോ നമ്മൾ ദോശ മുകളിൽ ചമ്മന്തി ഒഴിക്കുമ്പോൾ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ആപ്പിൾ എടുത്തു. അപ്പോൾ അത് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഫ്രൂട്ടായിട്ട് കഴിച്ചത്. ഒരു ആപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഒരു ബൗള് ആപ്പിൾ. അപ്പോൾ ഇത് നല്ല മധുരമായിട്ടുള്ള, ഉള്ളു നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രഞ്ചി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിളായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒരു ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇന്ന് ലഞ്ചെന്ന് പറയുന്നത്, നമുക്കിന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ലഞ്ചെന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്നായിരിക്കും. അപ്പോൾ ലഞ്ച് കുക്കിങ് ഇന്ന് ഇല്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ മക്കളെയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ സന്തോഷത്തിൽ പിള്ളേർ ഭയങ്കര ബഹളം, അരങ്ങ്, ഓട്ടം, ചാട്ടമൊക്കെയാണ്. അപ്പോൾ നമുക്ക് പുറത്തെ കുറച്ച് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു ഉച്ചയോടുകൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് കരാമയിലെ ചോറുകട എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അവിടെയെന്ന് പറയുന്നത് 24 hour ലഞ്ച് കിട്ടുന്ന ഒരു, അതായത് ചോറും കറികളും ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ലേറ്റായിട്ട് പോയാലും കുഴപ്പമില്ല, ചോറ് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ടൈമെന്ന് പറയുന്നത്, പുറത്ത് ഇന്ന് കുറച്ച് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നട്ടുച്ച സമയമായിട്ട് പോലും കാര്യമായിട്ടുള്ള വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചോറുകട എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യവും അവിടെ തന്നെ കയറാം. അവിടെ ആകുമ്പോഴത്തേനും പിന്നെ ഇവിടെ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു 2 മണി വരെയൊക്കെ ലഞ്ച് ഉണ്ടാവത്തുള്ളൂ, അതായത് ചോറും കറികളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റായി പോയാലും നമുക്കങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ 24 hour നമുക്ക് നല്ല വീട്ടിലെ ഊണും ചട്ടിച്ചോറും ചോറും കറിയും അങ്ങനെ എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിൽ കയറി ചെല്ലാം. അപ്പോൾ നമ്മൾ കരാമയിൽ എത്തിയതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറായിരുന്നു. അപ്പോൾ ചട്ടിച്ചോറെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പോൾ എത്ര കഴിച്ചാലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കിട്ടിയിരുന്നത് എന്തൊക്കെയോ കുറേ കറികളുണ്ടായിരുന്നു. തോരനായിട്ടും ചമ്മന്തിയായിട്ടും അതുപോലെ തന്നെ കപ്പയായിട്ടും മുളക് കറിയായിട്ടും പിന്നെ എന്തോ ഒരു ഗ്രേപ്സിൻ്റെ എന്തോ ഒരു മധുരക്കറി, പിന്നെ ഫിഷ് പൊരിച്ചത്, ചിക്കൻ ഫ്രൈ, മുട്ട പൊരിച്ചത്, ബീഫ് പൊരിച്ചത്, പിന്നെ കറിയായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി, അതുപോലെ തന്നെ ബീഫ് കറി. ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ബീൻസ് തോരൻ, അതുപോലെ തന്നെ അവിയൽ, അച്ചാർ,
അതെല്ലാം. അപ്പം അതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും ഒരു ഹെവി ഫീലായിരുന്നു. പിന്നെ പറ്റുന്ന എന്തൊക്കെയോ കഴിച്ചു. അതിനുശേഷം എന്താ അവർ എന്താണ് നമുക്ക് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്തൊരു കപ്പയുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കുഴഞ്ഞ് വെന്ത് ഉടഞ്ഞ കപ്പയുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് അവരോട് ഒരു ബൗളിൽ തരാൻ പറഞ്ഞു. അപ്പോൾ അവരത് സെപ്പറേറ്റ് ഒരു ബൗളിൽ തന്നു. അതിൻ്റെ മുകളിലേക്ക് നല്ല മുളകിട്ട മീൻചാറും കൂടി ഒഴിച്ചു തന്നു. പിന്നെ അതിൻ്റെ സൈഡായിട്ട് റൈസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് ചിക്കൻ കറിയും ബീഫ് കറിയും. എനിക്കെന്തോ കറി ഒരുപാട് ഹെവി ആയതുകൊണ്ട് അതൊന്നും ഒഴിക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ ആ കറികളും കാര്യങ്ങളും ഒന്നും ഒരുപാട് യൂസ് ചെയ്തില്ല. ഞാൻ പിന്നെ ആസ്വദിച്ച് കഴിച്ചത് ഈ കപ്പയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ചോറിനേക്കാളും ആ ചട്ടിച്ചോറിനേക്കാളും കൂടുതൽ ആസ്വദിച്ച് കഴിച്ചത് ഈ കപ്പയായിരുന്നു. ആദ്യം കുറച്ച് കപ്പ നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെ കഴിച്ചു. അതിനുശേഷം കപ്പ എന്ന് പറയുന്നത് ചിക്കൻ കറിയുടെ കൂടെ, അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ ചിക്കൻ കറി, ആ ചിക്കൻ കറിയുടെ കൂടെ ചേർത്തിട്ട് കുറച്ച് കപ്പ കഴിച്ചു. ആ കപ്പ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ വായിലിട്ട അലിഞ്ഞു പോകുന്ന അത്രയും വെന്ത് ഉടഞ്ഞിട്ടുള്ള കപ്പ. അപ്പോൾ അത് കഴിക്കാൻ തന്നെ അവരൊരു സ്പൂണാണ് തന്നത്. ആ സ്പൂണിൽ കോരിയാണ് ഞാൻ കപ്പ കഴിച്ചിരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് പായസം ഒരു ചെറിയ ഗ്ലാസ്സിൽ നമുക്ക് അടപ്രഥമൻ, അപ്പോൾ അടപ്രഥമൻ തന്നിരുന്നു. അപ്പോൾ അതും ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ഒരു പായസമായിരുന്നു. അപ്പോൾ പായസവും കുടിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം അവിടെ എന്താണ് ഐസ്ക്രീമിൻ്റെ കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടു. നല്ല മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐസ്ക്രീം, ചില്ലി ഗുവ, അതായത് പേരയ്ക്കയുടെ ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീം. അപ്പം പേരയ്ക്കയുടെ ഫ്ലേവറിൽ മുളക് പൊടിയൊക്കെ ചില്ലി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐസ്ക്രീം, അതും നമ്മൾ കുറച്ച് വാങ്ങിച്ചു. അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഹബീബി ബേക്കറിയിലെത്തി. ഹബീബി ബേക്കറിയിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രീം പഫ്സ് ഉണ്ട്, ക്രീം പഫ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റായിട്ട് മൈൽഡ് സ്വീറ്റ് ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ക്രീമൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതും നമ്മൾ കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഐസ്ക്രീം, അതുപോലെ തന്നെ ചില്ലി ഗുവ ഐസ്ക്രീം, അതുപോലെ തന്നെ ആ ക്രീം കേക്ക്, അതെല്ലാം ക്രീം പഫ്സ്, അതൊക്കെ പിന്നീട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വാങ്ങിച്ചു എന്നതേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇന്ന് വീട്ടിലേക്ക് നമ്മുടെ കസിൻസും അതുപോലെ തന്നെ മൂത്തുമ്മ ഒക്കെ, അമ്മച്ചിയുടെ സിസ്റ്റർ മൂത്തുമ്മ ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ധൃതിയിൽ വീട്ടിലേക്ക് വേഗം തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ചില്ലി ഗുവായും ഐസ്ക്രീമും അതുപോലെ തന്നെ ആ ഒരു ഹബീബി ബേക്കറിയിലെ സ്പെഷ്യൽ ക്രീം പഫ്സും ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി, ഇതെങ്ങനെയായിരിക്കും ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞത് നമ്മുടെ പേരയ്ക്കയുടെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ മുളക് പൊടിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറുമായിട്ട് അത്യാവശ്യം ഒരു വെറൈറ്റി ഐസ്ക്രീം ആയിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം, ഒരു ഹാഫ് പോർഷൻ കഴിച്ചതിന് ശേഷം അത് ആ കവറിൽ തന്നെ വെച്ച് ഒന്ന് മാറ്റി വെച്ചു. അതിന് ശേഷം ഇന്ന് നൈറ്റ് കസിൻസും മൂത്തുമ്മ ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കിങ്ങിൽ നിന്ന് ബ്രോസ്റ്റഡ് കോംബോയും അതുപോലെ തന്നെ പിസ്സയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അവർ അത്യാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് ലേറ്റായിട്ടാണ് അവർ എത്തിയത്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഞാൻ ഡിന്നർ കഴിക്കുന്നത് വലിയ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ സാറയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പീസ് പിസ്സ നമ്മൾ അതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് മോൾക്ക് വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.